നമുക്കൊരു സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 17.5 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു ക്ലോത്ത് മടക്കിയിട്ടാട്ടോ 17.5 ഇഞ്ച് ലെങ്ത്തിൽ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ 17.5 ഇഞ്ച് മടക്കി വെച്ചിട്ടുള്ള ഭാഗത്ത് നിന്ന് 4.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യും. അപ്പോൾ മടങ്ങി ആ ഭാഗത്ത് നിന്ന് നമ്മുടെ കയ്യിൻ്റെ ആം ഹോൾ എവിടെ വരേണ്ടത് വെച്ചാൽ അവിടെയാണ് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഞാൻ 8 ഇഞ്ച് ഇങ്ങനെ എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ഇൻറ്റു പോലെ ഇടാം. ഈ 4.5 വരുന്നതും 8 ഇഞ്ച് വരുന്നതുമായിട്ട്. അപ്പം നിങ്ങൾക്ക് കൈയിൻ്റെ മസിൽസിൻ്റെ വണ്ണം എത്രയാണ് വരുന്നത് അതിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ 16 വരുന്നതാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ പകുതി 8 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്കെയിൽ ഒന്ന് കോണായിട്ട് വെച്ചിട്ട് നമ്മുടെ ഈ എൻഡിലേക്ക് ഒന്ന് ഇങ്ങനെ കോണായിട്ട് വരയ്ക്കുക. വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പകുതി എടുക്കുക. ഇപ്പോൾ ഇവിടെ 9 വന്നിട്ടുള്ളത്. അപ്പം ഞാൻ 4.5 എടുത്തിട്ടുണ്ട്. ഈ 4.5 ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് സീം അലവൻസ് ഒരു 1.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക ചെയ്യുക. ഇത് സീം അലവൻസ് തയ്യൽ തുമ്പ് നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചാൽ മതി. ഇനി നമ്മൾ ആം ഹോളിൻ്റെ കർവ് സ്കെയിൽ എടുക്കുക ചെയ്യുന്നത്. ആം ഹോളിൻ്റെ കർവ് സ്കെയിൽ എടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലൊരു കർവ് സ്കെയിൽ എടുക്കുക. എന്നിട്ട് ഈ ഒരു പകുതി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലേ അവിടേക്ക് ഈ ആം ഹോളിൻ്റെ ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കൈക്കുഴിയുടെ അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് ഒന്ന് ഇതുപോലെ വെച്ചിട്ട് വരച്ചു കൊടുക്കുക. ഉള്ളിലേക്ക് വരണം. അപ്പോൾ ആ വര വരുമ്പോൾ സ്ലീവിൻ്റെ എൻഡ് വരുമ്പോൾ ഉള്ളിലേക്ക് വരണം. ഇനി നമ്മൾ മുകൾ ഭാഗത്താണ് വരയ്ക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സ്കെയിൽ ഇങ്ങോട്ട് മറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ വരണം. ഇനി നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്ക് വരുന്ന ഭാഗം കുറച്ച് സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന രീതിയിലായിരിക്കും വരേണ്ടത്. എന്നിട്ട് അതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുത്താൽ മതി ആ തയ്യൽ തുമ്പ്. ഇനി നമ്മൾ സ്ലീവിൻ്റെ ബോട്ടം ഭാഗം ഞാനിവിടെ 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് സീം അലവൻസ് അടക്കാട്ടോ 7 ഇഞ്ച് എടുത്ത് എനിക്ക് 5.5 ഇഞ്ച് മതി. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ഷേപ്പ് സ്കെയിൽ സ്ലീവിന് വേണ്ടിയിട്ട് ഷേപ്പ് ചെയ്തിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എൻഡ് അവിടെ ആം ഹോളിൻ്റെ അവിടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ലൈന് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക. സ്ട്രൈറ്റ് സ്കെയിൽ ഒരിക്കലും ഈ ഭാഗത്ത് ഉപയോഗിക്കരുത് കേട്ടോ. എപ്പോഴും ഈ ഒരു ഷേപ്പ് സ്കെയിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ സ്ലീവിന്. ഒരിക്കലും നമ്മൾ ഷേപ്പുള്ള സ്കെയിലല്ലാതെ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്കെയിൽ ഉപയോഗിച്ചാൽ അതൊരിക്കലും കറക്റ്റായിട്ട് സ്ലീവിൻ്റെ ഷേപ്പിൽ കിട്ടില്ല. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് തയ്യൽ തുമ്പും കൂടെ അടയാളപ്പെടുത്താം. ഞാൻ 1.5 ഇഞ്ചിക്കാണ് എടുത്തെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇത് വെച്ച് 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. ഈ എൻഡിലേക്ക് വരുമ്പോൾ എപ്പോഴും കുറച്ച് ചെരിച്ചെടുക്കണം കേട്ടോ. മടക്കി തയ്ക്കുന്ന സമയത്ത് കറക്റ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മടക്കി തയ്ക്കുമ്പോൾ അതിൻ്റെ തുമ്പ് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ അളവ്. നിങ്ങൾക്ക് ഈ അളവിൽ വ്യത്യാസം വരുന്നതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാം. പക്ഷേ ഇതേമാതിരി ഈ കോണായിട്ട് വരച്ചിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ ആം ഹോളിൻ്റെ കർവ് സ്കെയിൽ എടുത്തിട്ട് വരച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് നോച്ചിടുക. ഈ ഒരു ഭാഗം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയുക. ഇനി നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ കുഴിച്ചു വെട്ടും. ഫ്രണ്ട് പീസ് കുഴിച്ചു വെട്ടും, ബാക്ക് പീസ് കറക്റ്റ് ഈ അളവിൽ തന്നെയാണ് വെക്കുക. അപ്പോൾ അങ്ങനെ കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് നിവർത്തിയിട്ട് 2 പാർട്ട് മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് ഒന്നിങ്ങനെ വെച്ചിട്ട് ഈ സ്കെയിൽ വെക്കുക. അതിന് മുന്നേ നമ്മൾ ഈ ഒരു സീം അലവൻസിന് കൊടുത്തിട്ടുള്ള ഭാഗമല്ലേ ആ ഭാഗത്തൊന്ന് നോച്ചിട്ട് കൊടുക്കുക. അവിടെ വരെയാണ് നമ്മൾ കുഴിച്ചു വെട്ടുമ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെയുള്ള ഭാഗം നമ്മളൊന്ന് കറക്റ്റ് ഒരു നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്കെയിൽ വെക്കുക. നിങ്ങൾക്ക് സ്കെയിൽ വെക്കുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഈ ഭാഗം എങ്ങനെ വരുന്നതാണ്, അപ്പോൾ ഇതുപോലെയാണ് വരേണ്ടതെന്ന്. ചിലർക്ക് പലപ്പോഴും സ്കെയിൽ ഏത് ഷേപ്പിലാണ് അങ്ങനെ വെക്കേണ്ടതെന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇതുപോലൊരു എന്താ പറയുക ഫിഷ് ബോൺ ടൈപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒന്ന് ഒരു മീനിൻ്റെ ഒരു മുള്ളിൻ്റെയൊക്കെ ഒരു ഷേപ്പിലാണ് ഈ ഒരു ഭാഗം വരിക. ഇതൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക. ഒരു 1/2 ഇഞ്ചിക്കാണ് നമ്മൾ സെൻറ്റർ പോർഷൻ വരിക. ബാക്കിയൊക്കെ ഇങ്ങനെ ആ തുമ്പിലേക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. സ്ലീവിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് സ്ലീവ് കട്ട് ചെയ്ത് നോക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വെച്ചിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.